VSന്റെ പേന വീണ്ടും ചലിച്ചു കേട്ടോ. ഇത്തവണ നിങ്ങൾ കരുതുന്നത് പോലെ കേന്ദ്ര കമ്മിറ്റിയിലേക്കല്ല, റവന്യൂ മന്ത്രിക്കാണ്. ലോ അക്കാദമിയിലെ ഭൂമി പതിച്ചു നൽകിയത് വില നൽകിയാണോ, പിന്നെ ഫ്ലാറ്റ് കച്ചവടം നടത്തിയതിനെക്കുറിച്ചും തനിക്ക് അറിയണം എന്നാണ് VS ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ കുട്ടി സമരം കഴിഞ്ഞതിന് ശേഷവും അച്ചു സമരം തുടരുകയാണെന്ന് സാരം. ഇനി സർക്കാരിൻ്റെ പക്കൽ നിന്നും ഇതിനൊന്നും ഉത്തരം കിട്ടിയില്ലെങ്കിൽ കത്തങ്ങട് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പോകുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രധാന കേസുകൾ ആരംഭിക്കാം. വിദ്യാഭ്യാസ വകുപ്പിനെയും മന്ത്രിയെയും കണക്കിന് വെല്ലുവിളിച്ച് ചെന്നിത്തല ഗാന്ധി. ഗവൺമെന്റ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല ഈ മേഖലയിൽ. ഗവൺമെന്റിന്റെ കാര്യക്ഷമതയില്ലായ്മ എന്നുള്ള നിലയിൽ അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തോട് നമ്മൾ പറയാനുള്ളത്, എന്നോട് കളിക്കാൻ ധൈര്യം വാടാ. മന്ത്രി നേരിട്ടെത്തിയപ്പോൾ ചെന്നിത്തല കവാത്ത് മറന്നു. പിന്നെ എല്ലാവരോടും കൂടി പറയാണ്, കീലേരി ഇപ്പൊ പോവാണ്. ഈ വന്നത് എന്റെ ഒരു സുഹൃത്താണ്, പറഞ്ഞേക്കാം. ഒരു മെക്സിക്കൻ അപാരത പോലെയാണ് ലോ സമരമെന്ന് കുഞ്ഞാലിക്കുട്ടി. അത് അങ്ങനെ പൊളിറ്റിക്കൽ അല്ല. കാരണം വിദ്യാർത്ഥികളുടെ ഒരു പ്രശ്നം ഉയർന്നു വന്നു. ചങ്കുറപ്പുള്ള കേസിന്റെ പിള്ളേരുണ്ടെങ്കിൽ സ്റ്റേജിന്റെ ബാക്കിലേക്ക് വളർത്താം. എന്റെയൊക്കെ കാലത്താണെങ്കിൽ അവന്മാരുടെ തല ഇവിടെ കിടന്ന് ഉരുണ്ടാനെ. ജയലളിത പോയ വഴിയിൽ പനിനീർ തളിച്ച് പനിനീർ ശലഭം. മരണത്തിലും ജയയെ വേർപിരിയാൻ പറ്റാതെ പനീർ ശലഭം. ദില്ലിയിൽ നിന്നും കേരളത്തിൽ വേരുറപ്പിക്കാൻ ഇവിടെയുള്ള മുക്കുലികൾ സമ്മതിക്കുന്നില്ലെന്ന് PC ചാക്കോ അച്ചായൻ. ചെറിയ കാര്യങ്ങളിൽ പോലും വിട്ടുവീഴ്ച ചെയ്യാനോ കേരളത്തിലെ കോൺഗ്രസിനെതിരായി വരുന്ന വെല്ലുവിളികളെ യോജിച്ച് നേരിടാനോ അവർക്ക് കഴിയുന്നില്ല എന്നൊരു ദുഃഖകരമായ സാഹചര്യമാണ്. അല്ല, അവരെല്ലാം പരിശോധിച്ചിട്ടാണ്. ദില്ലി തിരിച്ചു പിടിക്കാനുള്ള വാഷിംഗ് പരിപാടിയായിരിക്കും തൽക്കാലം നല്ലതെന്ന് കേരള നേതാക്കൾ. കോൺഗ്രസിന് അപ്രമാദിത്വം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനം ഏതാണ്ട് വാഷ് ഔട്ടായിപ്പോയി, 9% വോട്ടായി ചുരുങ്ങി. ആ ഡൽഹിയിലെ സംഘടന കെട്ടിപ്പടുക്കണം എന്നുള്ളൊരു ദൗത്യമാണ് എന്നെ ഏൽപ്പിച്ചത്. കേരള സർക്കാരിനെ താറടിക്കുക എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ പ്രധാന ജോലി. അതിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് പ്രതിപക്ഷ തല ചെന്നിത്തലയാണ്. ഇപ്പോൾ തന്നെ വിദ്യാഭ്യാസ മേഖലയാണല്ലോ പ്രശ്നം. അപ്പോൾ ഇതെല്ലാം അടിച്ചു നിരത്താൻ ചെന്നിത്തലയ്ക്ക് ഒരു അവസരം ലഭിച്ചു. മലപ്പുറത്ത് വലതുപക്ഷ അധ്യാപക സംഘടനയായ KPSTA സമ്മേളനത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെയും വിദ്യാഭ്യാസ വകുപ്പിനെതിരെയും വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയും ചെന്നിത്തല ആഞ്ഞടിക്കുകയാണ്. അപ്പോൾ പതിവിൽ നിന്ന് വിപരീതമായി വിദ്യാഭ്യാസ മന്ത്രി വേദിയിലേക്ക് നേരത്തെ എത്തി. പിന്നെ അത്രയും നേരം ആഞ്ഞടിച്ച ചെന്നിത്തല പ്ലേറ്റ് മാറ്റി. പിന്നെ പ്രശംസയായി. ഇതാ കണ്ടു നോക്ക്. കേരളത്തിലെ പാഠ്യപദ്ധതിയിലും പൊതുവിദ്യാഭ്യാസത്തെയും രാഷ്ട്രീയവൽക്കരിക്കാൻ ഇടതുമുന്നണി ഗവൺമെന്റ് ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകമായി എനിക്ക് പറയാനുള്ളത്. ഭരണകൂടങ്ങൾ മാറുന്നതിനനുസരിച്ച് പാഠ്യപദ്ധതി മാറുന്നത് ഒരിക്കലും ശരിയല്ല. ആരാന്ന് നീ വിവരം അറിയാൻ പോകുന്നേ ഉള്ളൂ. ഇറങ്ങണ പുറത്ത്. ജനാധിപത്യത്തിൽ ഭരണകൂടങ്ങൾ മാറും. 5 വർഷം കൂടിയിരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പുണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിൽ സിലബസ് മാറുക എന്ന് പറയുന്നത് ഒരിക്കലും രാജ്യ താല്പര്യത്തിനും സംസ്ഥാന താല്പര്യത്തിനും വിദ്യാർത്ഥി താല്പര്യങ്ങൾക്കും ഗുണകരമായ ഒന്നല്ല. ഇറങ്ങി വാടാ, ഇറങ്ങി വരാൻ. ദൗർഭാഗ്യവശാൽ ഇന്ന് അതിനുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ള പരാതികളാണ് ഉയർന്നത്. ഗവൺമെന്റ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല ഈ മേഖലയിൽ. ഗവൺമെന്റിന്റെ കാര്യക്ഷമതയില്ലായ്മ എന്നുള്ള നിലയിൽ അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തോട് നമ്മൾ പറയാനുള്ളത്, എന്നോട് കളിക്കാൻ ധൈര്യം വാടാ. ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ വരുന്നുണ്ട്. തന്നോട് കളിക്കാൻ ഞാനുണ്ട്. എടോ, തന്നോട് കളിക്കാൻ ഞാനുണ്ടെന്നാ പറഞ്ഞത്. എടോ, തന്നോട് കളിക്കാൻ ഞാനുണ്ടെന്നാ പറഞ്ഞത്. കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ എല്ലാവരോടും കൂടി പറയാണ്, കീലേരി ഇപ്പൊ പോവാണ്. ഈ വന്നത് എന്റെ ഒരു സുഹൃത്താണ്, പറഞ്ഞേക്കാം. അവന്റെ ശരീരത്തിൽ ഒരു തരി മണ്ണ് വീണാൽ കീലേരിന്റെ കത്തിയത് സഹിക്കൂല കേട്ടോ.
വലിയ സന്തോഷമുണ്ട്. തീർച്ചയായും വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ KPSTയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തെ ഞാൻ തന്നെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഈ മേഖലയെ ശക്തിപ്പെടുത്താൻ ഉതകട്ടെ എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഇന്നലെ ഏതായാലും ലോ കോളേജ് സമരം തീർക്കാൻ വേണ്ടി വിദ്യാഭ്യാസ മന്ത്രി എടുത്ത ആ ഒരു പരിശ്രമത്തെ പ്രത്യേകം അഭിനന്ദിക്കാൻ കൂടി അവസരം അറിയോന്ന് പറയാൻ ആദ്യമായിട്ടാണ് ഒരു ഇടതുപക്ഷ മന്ത്രി KPSTയുടെ സംസ്ഥാന സമ്മേളനത്തിൽ. അതുകൊണ്ട് തന്നെ ഒരു നല്ലയാളാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും. തീർച്ചയായും അദ്ദേഹത്തിന് പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തണമെന്നുള്ള ആഗ്രഹമുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്തും കാസർഗോഡ് ഞാൻ പങ്കെടുക്കണമെന്ന് നിർബന്ധിച്ചിട്ടുണ്ട്. നമ്മൾ ഉന്നയിച്ച ഒന്നിനും ആവശ്യങ്ങളുണ്ട് അദ്ദേഹം ആ കാര്യത്തിൽ പരിഗണിക്കുകയുണ്ടായി. തീർച്ചയായും നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ അധ്യാപകരംഗവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും സമൂഹത്തിന്റെ കെട്ടുറപ്പിനും ഭാവി തലമുറയെ കരുപിടിപ്പിക്കുന്ന കാര്യത്തിലുമെല്ലാം അധ്യാപകർ ചെയ്യുന്ന വലിയ ജോലി, വലിയ ഉത്തരവാദിത്വം നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ്. മല പോലെ വന്നവൻ എലി പോലെ പോയത് അത്ഭുതം. പിന്നെ ഞാൻ അണ്ണനെ പറ്റി കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കൈന്നിട്ട് കാച്ചി. നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയാൻ പോകുന്നു? എന്താ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത്? വേറൊന്നുമില്ല, അണ്ണ ഉർവശി തിയേറ്റേഴ്സിന്റെ പ്രധാന നടനാണ്, ബെസ്റ്റ് നടനാണെന്നൊക്കെ വേണമെങ്കിൽ തിരുത്താം. ഒറ്റ വീക്ക് വെച്ചുണ്ട്. ഇതാണ് വലിയ ഇല്ലാത്തതും കൈന്നിട്ട് കാച്ചി എന്നൊക്കെ പറഞ്ഞത്. ഇതൊന്നും ഇല്ലാത്തല്ല, ഉള്ളത് തന്നെ. ഞാൻ ബെസ്റ്റ് നടൻ തന്നെ. സോറി. അതിനെന്നാ സോറി പറയുന്നത്? ഇതാണ് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ അപജയം. അലക്കിത്തേച്ച കുപ്പായവുമിട്ട് മൈക്കിന് മുമ്പിൽ എല്ലാവരുടെയും കുറ്റം വിളമ്പും. നേരിട്ട് കണ്ടാൽ ആഹാ പിന്നെ ഇവിടെ പ്രശ്നങ്ങളെല്ലാം ഒരു ദിവസം കൊണ്ട് പരിഹരിച്ചാൽ നാളെ പറയാൻ എന്തെങ്കിലും വേണ്ടേ എന്നും ചോദിക്കും. അതിനിടെ ലോ സമരത്തിൽ PK കുഞ്ഞാലിക്കുട്ടി ഒരു നല്ല അഭിപ്രായം പറഞ്ഞു കേട്ടോ. അത് കുട്ടിസമരം മാത്രമാണ്, അതിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് റോളില്ലെന്ന്. അതറിഞ്ഞതോടെ കുട്ടികൾക്ക് ഒന്നുകൂടി ഹരമായി. ഒരു മെക്സിക്കൻ അപാരത്തെ പോലെയായിരുന്നു ഈ സമരമെന്ന് അവർ വിലയിരുത്തി കളഞ്ഞു. ലോ കോളേജ് ഇഷ്യൂവിൽ നമ്മൾ അങ്ങനെ ഒരു പൂർണ്ണമായി രാഷ്ട്രീയം കാണേണ്ടതില്ല. കാരണം അത് അങ്ങനെ പൊളിറ്റിക്കലല്ല. കാരണം വിദ്യാർത്ഥികളുടെ ഒരു പ്രശ്നം ഉയർന്നു വന്നു, അതിൽ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ലാതെ എല്ലാവരും കൂടി അങ്ങോട്ട് നിന്നു എന്നേ ഉള്ളൂ. ആ നൃത്തം ഇപ്പോൾ വിജയത്തിൽ എത്തിയപ്പോൾ പിന്നെ വിവിധ പൊളിറ്റിക്കൽ പാർട്ടീസ് അത് ഞങ്ങളുടെ നേട്ടമാണ് എന്ന് പറഞ്ഞ് അവകാശവാദം ഉന്നയിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്നിവിടെ നമ്മുടെ കൺമുന്നിൽ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ ദേഹത്തോടുന്ന അതേ ചോര തന്നെ ഞങ്ങളുടെ ദേഹത്തോടുന്നത്. ആ ചോര ഇന്ന് ഇവിടെ പൊടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഞങ്ങൾ ശക്തമായി തിരിച്ചടിച്ചിരിക്കും. SFIക്ക് ഒറ്റ സീറ്റെങ്കിൽ ഒറ്റ സീറ്റ് ഇവിടെ ചോര വീഴ്ത്തിയിട്ടാണെങ്കിൽ നമ്മൾ നേടിയത്. എന്റെ ശരീരം, എന്റെ സ്വാതന്ത്ര്യം. ഞാൻ മുടി വളർത്തും, മീശ വന്ന മീശയും വളർത്തും. ഈ വർഷം ഇലക്ഷൻ അവസാനിക്കുമ്പോൾ ഈ കോളേജിൽ ഒരു കൊടി ഉയരുന്നുണ്ടെങ്കിൽ അത് SFIയുടെ ചുവന്ന കൊടിയായിരിക്കും. അവര് 4 ബോർഡ് വെച്ചാൽ നമ്മൾ 8 ബോർഡ് വെക്കണം. അവന്മാര് ആ ഉണ്ണാക്കന്മാര് വിചാരിച്ചോ നടക്കാൻ പോകുന്നു. എന്താ പ്രശ്നം? 2000 ഉപേക്ഷാവ് മരത്തല്ലണം. ചങ്കുറപ്പുള്ള കേസിന്റെ പിള്ളേരുണ്ടെങ്കിൽ സ്റ്റേജിന്റെ ബാക്കിലേക്ക് വേണം. എന്റെയൊക്കെ കാലത്താണെങ്കിൽ അവന്മാരുടെ തല ഇവിടെ കിടന്ന് ഉരുണ്ടേനെ. എന്തായാലും പുറത്തിറങ്ങാൻ പോകുന്ന ഒരു മെക്സിക്കൻ അപാരതിക്ക് ലോ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ നല്ല മൈലേജ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞാൽ അമ്മയുടെ പാതയിൽ പനിനീർ തളിക്കുന്ന പനീർ ശലഭം.